ഹായ് ഓൾ, വെൽക്കം ടു ചിൻസ് വ്ളോഗ്സ്. എല്ലാവർക്കും ചിൻസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള 2-3 വ്ളോഗ് യാത്രാ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂകാംബിക, ഉടുപ്പി, മാംഗ്ലൂർ ഈ 3 സ്ഥലത്ത് ഉള്ള വ്ളോഗും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ട്രെയിനിലോട്ട് പോവാണ്. അപ്പോൾ ഊബർ ബുക്ക് ചെയ്യുന്നുണ്ട്. ബുക്ക് ചെയ്തതിന് ശേഷം വന്നതിന് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. അപ്പോൾ ഇന്ന് നമ്മൾ തിരിക്കുന്നു, എന്നിട്ട് നമ്മൾ നാളെയാണ് എത്തുന്നത് കേട്ടോ. നാളെ രാവിലെ നമ്മൾ മാംഗ്ലൂർ എത്തുന്നു. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബാഗ് ഒരുപാടുണ്ട് കേട്ടോ, അമ്മമാരുടേതും പിന്നെ ഞങ്ങളുടേത് മക്കളുടേത് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ നേരെ ട്രെയിനിലോട്ട് പോവുകയാണ്. എന്നിട്ട് ആദ്യം നമ്മൾ മാംഗ്ലൂർ സ്റ്റേ ആണ് കേട്ടോ. മാംഗ്ലൂർ വ്ളോഗ് അത് വേറെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തി. ഇനി അതിന് ശേഷം നമ്മൾ ബാഗൊക്കെ ലഗേജൊക്കെ തൂക്കി പറക്കി കൊണ്ട് പോവുകയാണ് കേട്ടോ. എൻ്റെ ഓർമ്മയിൽ നമ്മൾ ലാസ്റ്റ് ട്രെയിൻ യാത്ര പോയത് ഗുരുവായൂരാണ് കേട്ടോ. അച്ഛനും അമ്മയും ഞാനും ഏട്ടനും മക്കളുമായിട്ട് ഗുരുവായൂർ പോയതാണ് ലാസ്റ്റ് പോയത്. ഇപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മൂകാംബിക യാത്ര പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ കുഞ്ഞുങ്ങൾക്ക് എഴുത്തിനിരുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ഇളയ മോനെ എഴുത്തിനിരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് ആയി. ഇപ്പോൾ അവന് 3rd സ്റ്റാൻഡേർഡിലാണ്. പക്ഷേ നമുക്കിപ്പോഴാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ കൊണ്ടുപോകാൻ പോവുകയാണേ. അച്ചുകുട്ട ഇടിയപ്പം കഴിച്ച എത്ര ഇടിയപ്പം കഴിച്ചു? 2 ഇടിയപ്പം കഴിച്ചു. 2 ഇടിയപ്പം കഴിച്ചില്ല. അപ്പോൾ നമ്മൾ രാത്രിയിലുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നു കേട്ടോ, ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. സ്ലീപ്പറാണ്. പിന്നെന്താണ്, നമ്മൾ മാവേലി എക്സ്പ്രസ്സിലാണ് കേട്ടോ പോയത്. അപ്പം അല്ലു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അല്ലു ലാസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗുരുവായൂരാണ് ലാസ്റ്റ് പോയത്. അപ്പോൾ അല്ലുവിന് ഭയങ്കര സന്തോഷവും ഭയങ്കര ഓടിച്ചാട്ടവും കളിയൊക്കെ ആയിരുന്നു. അത് പിന്നെ പിള്ളേർ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ എവിടെ പോയാലും അവർ കളിക്കാനുള്ള മാക്സിമം കളിക്കും. പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ വളരെ ഭയങ്കര കളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കളിയാണ്. അപ്പോൾ എല്ലാവരും കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുകയാണ്, എവിടെ കിടക്കണം, ഏതിൽ കിടക്കണം എന്നൊക്കെ. പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അതിന് ശേഷം ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിടക്കാൻ പോവുകയാണ്. എന്നിട്ടൊരു പേടിയുണ്ട്. പിന്നെ വെള്ളം താഴ്ച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ എനിക്കിനി ഇറങ്ങാൻ വയ്യ, അതുകൊണ്ട് ഇങ്ങനത്തെ വെള്ളം കൊണ്ടുതാന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ വെള്ളം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ കുടിച്ചതിന് ശേഷം കിടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല, കാരണം കുലുങ്ങിയാണല്ലോ നമ്മൾ പോകുന്നത്. പക്ഷെ നല്ല തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന ദിവസം നല്ല തണുപ്പായിരുന്നു ഈ പോകുന്നതിൻ്റെ അന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറങ്ങാനും പറ്റി, കുറേ നേരം കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ ഇനി നമ്മൾ നേരെ മാംഗ്ലൂർ എത്തുമ്പോഴായിരിക്കും ഇനി ഉണരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി ഉറക്കത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ നേരമൊക്കെ വെളുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എത്താറായി. നമ്മൾ ഓൾമോസ്റ്റ് ഇനി മാംഗ്ലൂർ ഉടനെ തന്നെ എത്തും. മാംഗ്ലൂർ എത്തിയതിന് ശേഷമാണ് ബാക്കി വിശേഷങ്ങളെ. എല്ലാവരും കൂടെ ഇങ്ങനെ ടൂറ് പോകുമ്പം ഭയങ്കര രസമാണ് അല്ലേ. നമ്മൾ എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷവും ഒക്കെയാണ്. കാരണം നമ്മൾ വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ ടൂറും കാര്യങ്ങളൊക്കെ പോകുള്ളൂ. പിന്നെ ആകുമ്പോൾ കുഞ്ഞുങ്ങളുടെ പഠിത്തം, അവരുടെ തിരക്കുകൾ, പിന്നെ നമ്മുടെ തിരക്കുകൾ എല്ലാം കൂടെ ആകുമ്പോൾ ഒന്നിനും സമയം കാണില്ല. അപ്പോൾ ഇതൊക്കെ കുറേ മെമ്മറീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് സന്തോഷകരമായ നിമിഷങ്ങളാണ് അല്ലേ. അങ്ങനെ നമ്മളിതാ മാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരെ കരുണ റെസിഡൻസി എന്നും പറഞ്ഞ അവിടെയാണ് നമ്മൾ തങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമൊക്കെ ഇതാണ്, നല്ല അടിപൊളി റൂമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. താങ്ക് യു ഓൾ.